ഞാനിപ്പോൾ കുറേ വീഡിയോസ് കണ്ടു കേട്ടോ ഈയിടെയായിട്ട്. ഹൻസിയ കൃഷ്ണ, ദിയ കൃഷ്ണ ഇവരുടെയൊക്കെ ഇഷ്യൂസ് ഇങ്ങനെ പല പല ആൾക്കാരും എടുത്തിട്ട് അവർ ചെയ്തത് തെറ്റാണ്, അവരങ്ങനെ പറഞ്ഞ് ശരിയായില്ല. ശരിക്കും നമ്മൾ എന്തിനാണ് ഇതിനകത്ത് കയറി തലയിടാൻ നിൽക്കണേ? ഇപ്പോൾ സബ്സ്ക്രിപ്ഷൻ എടുക്കുന്നതിൽ ഭൂരിഭാഗം ആൾക്കാരും ഇപ്പോൾ ഇങ്ങനെയാണ് വീഡിയോസ് ഇടുന്നത് എന്നുള്ളത് നമുക്കെല്ലാവർക്കും മനസ്സിലായിട്ടുള്ളൊരു കാര്യമാണ്. അങ്ങനെ അറിഞ്ഞിട്ടും പിന്നെ എന്തിനാ അത് പോയി കാണാൻ നിൽക്കണം? നിങ്ങൾ പൈസ കൊടുക്കാനുള്ളതുകൊണ്ടല്ലേ അവരങ്ങനത്തെ വീഡിയോസ് ഇടുന്നത്. നിങ്ങളാരും പൈസ കൊടുത്തില്ല, അവർക്ക് 10 പൈസ പോലും അതിൽ നിന്ന് കിട്ടുന്നില്ല എന്നാണെങ്കിൽ അങ്ങനെയുള്ളൊരു വീഡിയോ ഒരാളും ഇറക്കാൻ പോണില്ല. അതിപ്പോൾ ഹൻസിക എന്നല്ല, പല പല ഇൻഫ്ലുവൻസേഴ്സ് അല്ലെങ്കിൽ പല പല സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്ന പല പല ആൾക്കാരുണ്ട്. അവരെല്ലാം ഇതൊക്കെ തന്നെയല്ലേ ചെയ്യുന്നത്. നിങ്ങളെന്തിന് പൈസ കൊടുക്കണം? നിങ്ങൾ പൈസ കൊടുക്കാതെ അവരൊരിക്കലും ഈ പണിക്ക് പോകുന്നില്ല. അപ്പോൾ അതിന് മെയിൻ റീസൺ നമ്മൾ തന്നെയല്ലേ. നമ്മൾ തന്നെ ഇവരെല്ലാം വളം വെച്ച് കൊടുക്കും, നമ്മൾ തന്നെ ഇവർക്കുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കും, ഇവരെ സപ്പോർട്ട് ചെയ്യും, കമൻറ്റ് ബോക്സിൽ പോയിട്ട് അത് ഇത് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ സപ്പോർട്ട് ചെയ്യും. എന്നിട്ട് അവസാനം അവരങ്ങനെ കാണിച്ചെന്ന് പറഞ്ഞുകൊണ്ട് കുറേ പേര് അതിൻ്റെ പിന്നാലെ അങ്ങ് പോകും. എന്താ കാര്യം ഉണ്ടായിട്ട്? അവരുടെ ലൈഫ് അവർ ജീവിക്കുന്നു, അതിൽ നിങ്ങളെന്താണ് കാണിക്കുന്നത്? നിങ്ങൾ പൈസ ചുമ്മാ കൊടുക്കുമ്പോൾ അവരതിന് ഓരോന്ന് കാണിക്കുന്നു, അവരതിൻ്റെ വീഡിയോസ് ഇടുന്നു. നിങ്ങൾക്ക് കാണാൻ താല്പര്യമില്ലാത്ത ആൾക്കാരാണെങ്കിൽ ദൈവത്തിനെ ഓർത്ത് നിങ്ങൾ അതിലേക്ക് പൈസ കൊടുക്കാതിരിക്കുക. അപ്പോൾ നിങ്ങൾക്ക് അതിന് കാണേണ്ട ആവശ്യമേ വരുന്നില്ല. അല്ലാതെ അവരോട് പോയിട്ട് നീ അങ്ങനെ ചെയ്യണം, നീ ഇങ്ങനെ ചെയ്യണം എന്ന് പറയാനുള്ള ഒരു റൈറ്റ്സും നമുക്ക് ആർക്കും ഇല്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കേട്ടോ. വെറുതെ നമ്മളെല്ലാവരും അങ്ങോട്ട് പോയി പൈസയും കൊടുക്കും, പക്ഷെ അവർ കാണിച്ചു കഴിയുമ്പോൾ അത് കാണുകയും ചെയ്യും, അത് മുഴുവൻ ഇരുന്ന് കാണുകയും ചെയ്യും. എന്നിട്ട് അതിരുന്ന് സ്ക്രീൻ റെക്കോർഡും അതും ഇതും ചെയ്ത് അത് സോഷ്യൽ മീഡിയയിൽ ലീക്കാക്കും. എന്നിട്ട് പിന്നെ അതിൻ്റെ പേരിൽ ഈ കണ്ട ആൾക്കാർ തന്നെ അതിനെ കറിഞ്ഞ് കുറ്റവും പറഞ്ഞുകൊണ്ടിരിക്കും. എന്തൊരു സൂപ്പർ അവസ്ഥയല്ലേ. എനിക്ക് മനസ്സിലാകുന്നില്ല നമ്മുടെ നാട്ടിലെ ആൾക്കാരുടെ ഒരു മെൻറ്റാലിറ്റി എന്താന്ന്. അവർ തന്നെ പറയുന്നുണ്ടല്ലോ, നിങ്ങൾക്ക് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ കാണണ്ട, അവരാരെയും നിർബന്ധിച്ചിരുത്തണമെന്നില്ലല്ലോ. നിങ്ങളുടെ നിന്ന് കാശ് തട്ടിപ്പറിച്ച് വാങ്ങിയിട്ടാണോ അവർ വീഡിയോസ് ഇട്ട് കാണിക്കുന്നത്? അല്ലല്ലോ. നിങ്ങൾക്ക് ഒരു സാധനം കാണണം എന്ന് വിചാരിക്കുമ്പോൾ ആ ഒരു റൈറ്റ് ഉണ്ടല്ലോ നിങ്ങൾക്ക്, അതേ റൈറ്റ് തന്നെ നിങ്ങൾക്ക് കാണണ്ട എന്ന് വിചാരിക്കാനും ഉണ്ട്. നിങ്ങളുടെ പൈസയാണ്, നിങ്ങളുടെ അടുത്ത് ആരും വന്നിട്ട് എൻ്റെ സബ്സ്ക്രിപ്ഷൻ എടുക്കണം എന്ന് പറഞ്ഞ് നിങ്ങളുടെ പിന്നാലെ നടന്ന് കാല് പിടിക്കണമെന്നില്ലല്ലോ അവർ. നിങ്ങൾ വേണമെങ്കിൽ എടുത്താൽ മതി, പക്ഷെ എടുത്തു കഴിഞ്ഞത് കണ്ടും കഴിഞ്ഞ് പിന്നെ ഇങ്ങനെ പറഞ്ഞു നടക്കുന്നത് അത്ര വരെ നല്ല പരിപാടിയായിട്ടൊന്നും എനിക്ക് തോന്നണില്ല കേട്ടോ. പേഴ്സണൽ ഒപ്പീനിയനാണ് എൻ്റെ അത്. പിന്നെ ഈ സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുന്നത് ഇൻസ്റ്റഗ്രാമും ഈ യൂട്യൂബും ഒക്കെ തന്നിട്ടുള്ളൊരു ഒരു ഫീച്ചർ തന്നെയാണ്. അത് ഒരിക്കലും നമുക്ക് ആർക്കും പോയിട്ട് അതങ്ങനെ അതിങ്ങനെയെന്ന് പറഞ്ഞ് നമുക്കത് ക്യാൻസൽ ചെയ്ത് കളയാൻ പറ്റില്ല. പിന്നെ നമുക്ക് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പേര് റിപ്പോർട്ടൊക്കെ അടിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അക്കൗണ്ട് പോയേക്കാം. അങ്ങനെ ഇതുപോലെ ഒരുപാട് പേരുടെ അക്കൗണ്ടൊക്കെ ഇങ്ങനെ സബ്സ്ക്രിപ്ഷനൊക്കെ കൊടുത്തുകൊണ്ടിരുന്ന കുറേ പേരുടെ അക്കൗണ്ടൊക്കെ പോയതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്താൽ പോയേക്കാം. പിന്നെ ഒന്നാമത്തെ കാര്യം, ഇത് ചെയ്യുന്ന ആൾക്കാർക്കോ അവരുടെ വീട്ടുകാർക്കോ യാതൊരു പ്രശ്നമില്ല. പിന്നെ എന്തിനാണ് ഈ നാട്ടുകാർ കടന്ന് പറയുന്നത് എനിക്കിതുവരെ മനസ്സിലായിട്ടില്ല. ആൻഡ് നിങ്ങളിങ്ങനെ ഒരാളെ ഈ സൈബർ ബുള്ളിയിങ് ചെയ്യുന്ന അത്രയ്ക്ക് വലിയൊരു നല്ല കാര്യമായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല കേട്ടോ പേഴ്സണലി. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരൊക്കെ ചൂഷണം ചെയ്യുന്നത് നമ്മുടെ നാട്ടിലെ ആൾക്കാരുടെ ലൈംഗിക ദാരിദ്ര്യത്തിനെ അല്ലേ. നിങ്ങളൊക്കെ അതിൻ്റെ പിന്നാലെ ഇങ്ങനെ പോകുന്നതുകൊണ്ട് തന്നെയല്ലേ അവർ കാണിക്കുന്നതും. അല്ലാതെ അങ്ങനെ അല്ലാത്തൊരാൾക്കാർക്കാണെങ്കിൽ അവരിങ്ങനെ കാണിച്ചിട്ടും എനിക്കങ്ങനെ കണ്ടിട്ടും പ്രത്യേകിച്ച് കാര്യമില്ല എന്ന് വിചാരിക്കുന്ന ആൾക്കാർക്കാണെങ്കിൽ അവരങ്ങനെ കാണിക്കില്ലല്ലോ. ഇതിപ്പോൾ അങ്ങനെ കാണാൻ ആളുണ്ട്, അങ്ങനെ കാണിച്ചാൽ പൈസ കിട്ടും. അതും 1-2 രൂപയൊന്നും അല്ല കിട്ടുന്നത്, അത്യാവശ്യം നല്ല എമൗണ്ട് എല്ലാവർക്കും കിട്ടും. അതുകൊണ്ട് തന്നെയാണ് ഇത് കാണിക്കുന്നത്. അപ്പോൾ ഓക്കെ, ബൈ.